ഹലോ ഗൈസ്, സാന്ത്വനത്തിൽ അങ്ങനെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് അടക്കി ഭരിക്കാൻ ശ്രീദേവി പുറപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ആകാശ് മീനാക്ഷിയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് അവരെ വിട്ടത്? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലായിരുന്നോ? ഞാൻ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അവരാക്കാടെ കൊളമാക്കി എടുക്കും എന്നൊക്കെ നമ്മുടെ ആകാശ് നമ്മുടെ മീനാക്ഷിയോട് പറയുന്നുണ്ട് ട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ആര്യനെ മിത്രയുടെ ഈ ടെൻഷൻ കണ്ട് 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 മടുത്ത്. അപ്പൊ ആര്യം പറയുന്നുണ്ട്, നിനക്ക് മാത്രമൊന്നും അല്ല എനിക്കും ഉണ്ട് ടെൻഷനും ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ സഹി കെട്ട് നമ്മുടെ മിത്രയുടെ അടുത്ത് ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ധർമ്മൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് നമ്മുടെ മിഥുന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗോമതി ബാലനോട് ചോദിക്കുകയാണ്, ബാലേട്ടന്റെ നടുവിന് ഇത് എങ്ങനെ പറ്റിയതാണ്, എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാലനാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ അരമണിക്കൂറോളം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആലോചന തന്നെ ആലോചന. ഇനി എന്തൊക്കെയായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടെ. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ ഇനിയുള്ള ഭാവി, നമ്മുടെ ആകാശാണെങ്കിൽ ആകപ്പാടെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു കട തന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമോ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.